അജി കുഞ്ഞുമോൻ കോഴിക്കോട്ട് നിന്നുണ്ട്. അജി, കോഴിക്കോട്ടേക്ക് കരളും വൃക്കയുമാണ് എത്തിച്ചിട്ടുള്ളത്. അതിൽ കരൾ ബേബി മെമ്മോറിയലിലും വൃക്ക മെഡിക്കൽ കോളേജിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശസ്ത്രക്രിയ എപ്പോഴാണ് ആരംഭിക്കുന്നത്? വിവരങ്ങൾ. ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശിയാണ് ഇപ്പോൾ 4 പേർക്ക് പുതുജീവൻ നൽകുന്നത്. അവയവങ്ങൾ ദാനം ചെയ്യുകയാണ്. ഹൃദയം കൊച്ചിയിലേക്കാണ് എത്തിച്ചത്. ഒപ്പം വൃക്കയും കരളും ഉൾപ്പെടെ അദ്ദേഹം ദാനം ചെയ്യുകയാണ്. അജി, വിവരങ്ങൾ. അനുജ, അല്പസമയം മുൻപാണ് ഈ യുവാവിന്റെ മരണപ്പെട്ട യുവാവിന്റെ അവയവങ്ങളുമായി കോഴിക്കോട്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി 2 ആംബുലൻസുകൾ എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇവിടെയാണ് വൃക്കയുമായി കണ്ണൂർ ആസ്റ്റർ മിംസിലെ സ്റ്റാഫ് എത്തിയത്. ആ വൃക്കയുമായി അനുഗമിച്ച സ്റ്റാഫ് ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. എപ്പോഴാണ് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്? ഞങ്ങളൊരു 10:15 ആ സമയത്താണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അപ്പം റോഡിൽ ട്രാഫിക് കൺട്രോൾ പോലീസൊക്കെ ഉള്ളിൽ നമ്മൾ ഇവിടെ എത്തി. ഒരു മണിക്കൂർ കൊണ്ട്? ഒരു മണിക്കൂർ കഴിഞ്ഞായിരുന്നു. അപ്പം പറ്റുന്നത്ര ട്രാഫിക് ഒന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് എത്തിച്ചേർന്നു. ഒരു 11:17 ഞങ്ങൾ ഇവിടെ എത്തിയത്. 11:17 കൂടിയാണ് ഇവർ ഇവിടെ എത്തിയത്. കൃത്യം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ആംബുലൻസ് വൃക്കയുമായി ഇവിടെ എത്തി. അതിനു മുൻപ് തന്നെ കരളുമായി മറ്റൊരു ആംബുലൻസ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും എത്തിയിട്ടുണ്ട്. കോഴിക്കോട് തന്നെയുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സർജറി 11 മണിക്കൂർ കൂടെ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് ഈ വകുപ്പ് മേധാവികളായ ഡോക്ടർമാരിൽ നിന്നും ലഭിച്ച വിവരം. അത് വിൽക്കുന്ന ആളുടെ, അതായത് ഡോണറുടെ പേര് വെളിപ്പെടുത്താൻ മെഡിക്കൽ കോളേജ് അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. അത് പരസ്യപ്പെടുത്തണ്ട എന്നുള്ളൊരു തീരുമാനമാണ് അവർക്ക് നിലവിലുള്ളത്. അത് രോഗിയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അവർ അത് വിവരങ്ങളൊന്നും തന്നെയും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും 1 മണിക്കൂർ കൊണ്ട് തന്നെ ആംബുലൻസ് ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ ഈ വൃക്ക സ്വീകരിക്കുന്ന ദാതാവിലേക്ക് മാറ്റാനുള്ള ഓപ്പറേഷനും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുജ, അതാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് 2 ആശുപത്രികളിലേക്കാണ് കരളും വൃക്കയും എത്തിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്ന കൊച്ചിയിലേക്കാണ്. ആസ്റ്റർ മെഡ് സിറ്റിയിൽ നിന്ന് ലാൽ കൃഷ്ണയുണ്ട്. ലാൽ, ഇവിടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൂടി സംസ്ഥാനത്ത് വീണ്ടും നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അത് ആസ്റ്റർ മെഡ് സിറ്റിയിലാണ് ആ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത്. ആ ആശുപത്രിയിൽ ഇതാദ്യമായാണ് ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്, അല്ലേ? അതെ, അനുജ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ആസ്റ്റർ മെഡ് സിറ്റിയിൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. മറ്റ് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 10 വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് ഈ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ആസ്റ്റർ മെഡ് സിറ്റി ആശുപത്രിയിലെ ഏറ്റവും വിദഗ്ധരായ 10 ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഘത്തിനാണ് ഈ ചുമതല നിലവിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നൽകിയിരിക്കുന്നത്. രാവിലെ 7:30 തന്നെ ഈ ഹൃദയം എത്തും എന്ന അറിയിപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ 6 മണി മുതൽ തന്നെ ആശുപത്രി അധികൃതരും ഇതിനു വേണ്ടിയിട്ടുള്ള പൂർണ്ണ സജ്ജമായിരുന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും ഇതിനു വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ എത്തിയപ്പോഴേക്കും 10:30 കഴിഞ്ഞിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഏകദേശം 150 മീറ്റർ അകലെ മാത്രമാണ് ഈ ഹെലിപ്പാഡ് ഉണ്ടായിരുന്നത്. ആശുപത്രിയുടെ തന്നെ ഹെലിപ്പാഡാണ്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിയാൻ കഴിഞ്ഞു. എത്തിയ ഉടനെ തന്നെ ശസ്ത്രക്രിയയും ആരംഭിച്ചു. 2 മണിക്കൂർ നീളതാണ് ഈ ശസ്ത്രക്രിയ എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. മലപ്പുറം സ്വദേശിയായ 48-കാരന് വേണ്ടിയിട്ടാണ് നിലവിൽ ആ ഹൃദയം കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞാൽ തന്നെ 3 ദിവസം തുടർച്ചയായിട്ട് ഒബ്സർവേഷനിലും ICUയിലുമായിരിക്കും ഇരിക്കുക. അത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ്. അണുബാധ അടക്കമുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തുടർച്ചയായി 3 ദിവസം പൂർണ്ണമായും ഒബ്സർവേഷനായിരിക്കും. അതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ പുറത്തേക്ക് വിടും. ആ 3 ദിവസത്തിന് ശേഷവും ICUയിൽ തന്നെ തുടരും. ഏകദേശം 2 ആഴ്ചയോളം സമയം പൂർണ്ണമായും മറ്റാരെയും സ്പർശമേൽക്കാതെ, അണുബാധയൊന്നുമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ആശുപത്രി അധികൃതർക്കുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം പരിപൂർണമായ ശ്രദ്ധ പുലർത്തുമെന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ അവയവദാനത്തിൻ്റെ മറ്റൊരു മഹത്തായ അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ് കണ്ണൂരിൽ നിന്നുള്ള 23-കാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.